ഉറക്കപ്പിച്ചിലാണ്. ബായ്. ഇന്ന് ഫോണെടുത്ത് വണ്ടി വന്ന് അവിടെ ഉണ്ട്. അപ്പം പോട്ടെ. പിന്നെ റിസപ്ഷന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കല്യാണത്തിന് അതായത് ഇവിടുത്തെ പരിപാടിക്ക് ആഗസ്റ്റ് 4 നടക്കുന്ന റിസപ്ഷന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് തലശ്ശേരി വരെ പോവാണ്. എൻ്റെ കൂട്ടുകാരനുണ്ട് മുബാറക്ക്. അപ്പം ഓൻ്റെ കല്യാണമുണ്ട് ആഗസ്റ്റ് 18 അപ്പോൾ ഓനേതായാലും ഡ്രസ്സ് എടുക്കാൻ പോവാണ്. അപ്പം അവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോകും. ഞാനുണ്ട്, കണ്ണാപ്പിയുണ്ട്, പിന്നെ ആച്ചിയുണ്ട്, ഉമ്മാളിയുണ്ട്, പിന്നെ തടിയാൻ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോയിട്ട് തലശ്ശേരി പോയി ഡ്രസ്സ് എടുക്കലാണ്. ലിറ്ററലി ഇന്നലെ ഇട്ട് അതേ ഡ്രസ്സായിട്ട് കിടന്നുറങ്ങിയതായിരുന്നു. പിന്നെ പുരയിൽ കുടുംബക്കാരൊക്കെ ആയിട്ട് ഇപ്പോൾ റൂമൊന്നുമില്ല കിടക്കാൻ, സ്വന്തം റൂമിൻ്റെ പണിയെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നിസ്കാർ റൂമുണ്ടല്ലോ, അവിടെയാണ് ഇന്നലെ രാത്രി കിടന്നുറങ്ങി. രാവിലെ ഇപ്പം 5:30 വിളിച്ചതാ, അപ്പോൾ 6:30 ഉണ്ടാവും. ഞാനങ്ങനെ കിടന്നുറങ്ങിപ്പോയി. ബാത്റൂമിൽ പോയിട്ടില്ല, ഒന്നും പോയിട്ടില്ല. ഫോണേക്ക് വയറിളക്കിയാൽ പണി പാളും. പല്ല് മാത്രം തേച്ചിക്ക് ഇവിടെ എത്തിക്ക് കയറട്ടെ. ഇനി പോയി വരുന്നേക്ക് പോയി എന്തൊക്കെ സംഭവിക്കുന്ന അറിയില്ല. പോയി ഡ്രസ്സ് എടുക്കണം. ദാറ്റ്സ് എ ഓൺലി മൈൻ തിങ്. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മളിതാ വണ്ടി കയറിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് 2.5 മണിക്കൂർ എടുക്കും തലശ്ശേരി എത്താൻ. 2.5-3 മണിക്കൂർ. തടിയൻ്റെ ഡ്രൈവിംഗ് പോലെ ഉണ്ടാവും. ഇത് തടിയാ ഇങ്ങോട്ട് നോക്കണ്ട. എന്തെങ്കിലും നോക്കാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കി അപ്പം തരും. ഇങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞപ്പോ വളവിൽ ഇങ്ങോട്ട് നോക്ക. കണ്ണാപ്പി. അപ്പൊ നമ്മളിന്ന് നേരെ പോയിട്ട് ഡ്രസ്സ് എടുക്കണം. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് കറിയുണ്ട്. 8 മണിയപ്പം നല്ല പത്തലും ബീഫ് എല്ല് കറി. ഇത് ബീഫ് അല്ല, പത്തല് കഴിഞ്ഞോ? നല്ല ചൂടുള്ള ബീഫ്. രാവിലെ തന്നെ ബീഫില്ലേ? അങ്ങണ്ട് ഇവർ രണ്ടാളും കല്യാണം കഴിഞ്ഞാട്ടോ. ഇവന്റെ കല്യാണത്തിന് ഡ്രസ് എടുക്കാനാണ് നമ്മൾ പോണത്. പിന്നെ എൻ്റെ കണ്ണാപ്പി ചെറിയ കുഞ്ഞാണ്. ഇൻസ്റ്റാഗ്രാം വയ്ക്കൂലേ? അപ്പൊ നമ്മളത് ബ്രേക്ക്ഫാസ്റ്റ് എല്ല് കറി എന്ന് വെച്ച് കഴിഞ്ഞാല് പോത്തിന്റെ എല്ല് വാരിയല് മാത്രം എടുത്തിട്ടുള്ള കറിയാണ്. വെറുതെ അടിച്ചുവിടാം. നിങ്ങള് നല്ല പയമ്പരിയും പയമ്പരിയും ബീഫും എല്ലാം രാവിലെയാണ് ഈ അടിച്ച് കയറ്റുന്നത്. സമയം പറഞ്ഞോ. ഞാൻ രാവിലെ പറഞ്ഞെങ്കിൽ ബാത്റൂമിൽ പോയിട്ടില്ല. കണ്ടിട്ട് അങ്ങനെ തടിയാണല്ലോ. അങ്ങനത്തെ ഒരു വിഷയമില്ല. ഇനി ബില്ലാണ് അറിയണ്ടത്. 3 ബീഫും 1 എല്ലുകറിയും 3 പയമ്പരി. പത്തലിന്റെ കണക്കൊന്നും ഓർമ്മയില്ല കേട്ടോ. എന്തായാലും അടിച്ച് കയറ്റിയേക്ക്. പയമ്പരി വിത്ത് ബീഫ്. ഭക്ഷണം കഴിച്ച് നമ്മൾ വണ്ടി കയറി. 620 റുപ്യ ബില്ല്. കാക്കാന്റെ ട്രിക്ക് പറയും. ആദ്യം ബീഫ് 10 കൊണ്ടുവച്ച്, എന്നിട്ട് ബീഫ് ലൈറ്റ് ആക്കി. നമ്മൾ 10 തിന്ന് കഴിയല്ലോ, എന്നിട്ട് ബീഫ് കൊണ്ടുവച്ച്. അപ്പൊ പിന്നെ ബീഫ് തീർക്കാൻ 10 വീണ്ടും ആണല്ലോ. പഴംപൊരി എടുത്ത് ഗ്രേവി ഇട്ടില്ലല്ലോ. ഗ്രേവി ഫുള്ള് കഴിച്ചു കഴിഞ്ഞപ്പോ അയ്യോ ചെറിയ പീസ് ഉണ്ടായിരുന്നു. ഗ്രേവി കഴിഞ്ഞല്ലേ, ഗ്രേവി കൊണ്ടുവച്ച്. ഗ്രേവി എന്നാലും പിന്നെ നമ്മൾ എന്താണല്ലോ ഗ്രേവി തീർക്കണല്ലോ. വീണ്ടും 10 രൂപ വരട്ടെ. 10 രൂപ പിന്നെ ബീഫ് വേണം. അങ്ങനെ പറഞ്ഞു പോയി. എന്തായാലും കൊള്ളാം. പക്ഷെ നല്ലത് കേട്ടോ, നല്ല സ്നേഹം. എന്റെ ചായ ഞാൻ തട്ടിമറിച്ച് എനിക്ക് വേറെ ചായ കൊണ്ടുവന്നത്. ചായ കുടിച്ചിട്ട് പോയാൽ സ്നേഹം കൊണ്ട് മാത്രം. പൈസ കൂട്ടിണ്ടാവും? ഇല്ലല്ലോ, പൈസ കൂട്ടില്ല. നമ്മളങ്ങനെ മാഹി എത്തിയിരിക്കുകയാണ്. വണ്ടി ഫുൾ ടാങ്ക്. ഇവിടെ 91 റുപ്യ ഉള്ളൂ. 16 റുപ്യ. ഇവിടെ നിന്ന് മറച്ചു വിറ്റാലോ പെട്രോള്.
എങ്ങനെ ഇതിനെ കൊണ്ടുവരും അവിടുന്ന് ഊരി കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ വഴിയിലുണ്ടല്ലോ. ഇതേപോലെ തന്നെ എങ്ങോട്ടും സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യക്ക് പോകുമ്പോ സിംഗപ്പൂരിൽ വില കൊടുത്തില്ല, മലേഷ്യയിൽ വില കുറവും. പക്ഷെ വണ്ടി ഫുൾ ടാങ്ക് ആയിട്ട് തിരിച്ചു പോകാൻ പറ്റില്ല. അങ്ങനെ എന്തായാലും എന്നെ അടിക്കണേ. കുപ്പി വാങ്ങണ്ടേ നമുക്ക്? തടിയാ കുപ്പി വാങ്ങണ്ടേ? പെണ്ണ് ഇപ്പൊ മുടങ്ങുമല്ലോ. ആച്ചി ഏതായിരുന്നു? ജേഡിയില്ലേ? ജേഡിയള്ളി. ഇവിടുന്ന് എണ്ണ അടിച്ചപ്പോ 2934 31 ലിറ്റർ. നാട്ടിലാണ് എത്ര രൂപയാവും? 106 108 3450. ഇവിടെ ആകുമ്പോ എടാ ഇവിടെ എത്ര? 400. ഒരു ഫുൾ ബ്രോസ്റ്റ് പൈസ ലാഭം 516 റുപ്യ. ഓ വയനാട്ടിലാ മതി. എന്തോ ഒരു തള്ളാണ്. എണീറ്റ് പോടാടുന്നല്ലോ ചേച്ചി പറയണ്ടാവും. ഏത് പ്രമോഷൻ ഡീസലിന് അപ്പൊ എന്ത് ലാഭിക്കൂ? സ്കൂട്ടർ ഫുൾ ടാങ്ക് അടിക്കാം. സ്കൂട്ടർ ഫുൾ ടാങ്ക് അവിടുന്ന് ബാക്കി 500 സ്കൂട്ടർ ഫുൾ ടാങ്ക് അടിക്കാം. ഇഞ്ഞൊരു ബിരിയാണിയും കഴിക്കാം. 10 ലിറ്റർ കുപ്പി ഇറക്കിയാല് ലാഭായി. വണ്ടി വന്നേ വണ്ടി വെടിഞ്ഞ് ബാച്ചിലർ പാർട്ടിക്കുള്ള കുപ്പി തടിയാ. നാട്ടിലെത്തുമ്പോത്തിന് എണ്ണ പൈസ ലാഭം. തിരിച്ചു പോകുമ്പോ എണ്ണ തീരണേ. ഫുൾ ടാങ്ക് അടിച്ചു പോലോ. പോട്ടെ പോട്ടെ. തടിയൻ്റെത് അതല്ല അതല്ല ഇതാണ് തടിയന്റെ. ഇതും കറുപ്പ് ഷർട്ടും കറുപ്പ് പാൻറ്. പച്ച പാൻറ്റും അതല്ല ഇത് അല്ല. എനിക്ക് എങ്ങനെയുണ്ട്? എനിക്ക് ഇതിട്ടിട്ട് എങ്ങനെയുണ്ട്? എല്ലാരും ഒന്ന് അഭിപ്രായം പറയും. കസ്റ്റമർ താട്ടോ. അല്ലല്ല, ഇത് ഇവിടുത്തെ ബൊമ്മേന്റെ മേലുണ്ടായിരുന്നു. അതല്ല എല്ലാരും ഇട്ട് നോക്കുന്നു. കണ്ടന്റ് 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 അത് കാണിച്ചു കൊടുക്കണം. കണ്ടന്റ് ഞങ്ങൾ കണ്ടന്റാണ് കേട്ടോ. ബ്ലാക്ക് ഇടുമ്പോഴല്ലേ എനിക്ക് രസം. ഇനി നമുക്ക് വേറെ ഐറ്റം കൂടെ ഉണ്ട്. ഞാൻ വെച്ച് നിൽക്കുന്നു. ഇതെന്താ ചേച്ചി? ഞാൻ പറഞ്ഞു വേറൊരു ഐറ്റം കൂടെ ഉണ്ട്. ഇത് തലേന്ന് ഇടാറില്ല കേട്ടോ. ഞാൻ എന്തിട്ടാലും വെക്കില്ലേ? ഇങ്ങനത്തെ രസം കിട്ടോ? ഞാൻ പറയുന്നു യാസീനെ ഇങ്ങനത്തെ സെറ്റ് ആക്കിയോ. ഞാൻ ഇത്ര കണ്ട കണ്ണാടി വെക്കട്ടെ. ചിരയോപശോഭയാൽ തിളങ്ങുന്നു ദ്രോണ. ദ്രോണല്ല, നമ്മൾ അടുത്ത സാധനം ഇട്ട് നോക്കണേ. ഇതാണ് ജോധ്പൂരി. ഈ കോട്ടനൊക്കെ രസമുണ്ട്. ഈ തുണി നമ്മുടെ ഇല്ലല്ലോ. പിന്നെ ഞാനിങ്ങനത്തെ ഒരു വെൽപ്പല്ല അടിക്കാൻ ഉദ്ദേശിച്ചേ. ബ്ലാക്ക് കേട്ടോ പൊളി. ഷൂട്ട് വൈറ്റ് എനിക്ക് ബ്ലാക്ക് അല്ലേ രസം. ഞാനിപ്പോ എന്റെ ഡ്രസ്സിംഗ് തന്നെയല്ലേ ബ്രോ അടിക്കുന്നത് ഇങ്ങനല്ലേ? ഷൂ ഉണ്ടോ ആരെങ്കിലും കയ്യില്? ബ്ലാക്ക് ഇനി കാസർഗോഡ് ആയോ?
ഇങ്ങനെ ചോദിക്കണ നല്ല മാറ്റാണ് എന്ത് ചോദിക്കണേ രസമുണ്ടല്ലേ ബ്ലാക്ക് നോക്കി ഇപ്പൊ ചെക്കന്റെ ലുക്കൊക്കെ ആയില്ലേ ഞാൻ സൂട്ടൊക്കെ ഇടുമ്പോണ്ടല്ലോ ഞാൻ ഇങ്ങനെ വെട്ടിത്തന്നെ എന്നാ അത് നല്ലൊരു വൈറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലേ ഷൂ കിട്ടാൻ ഭയങ്കര പാടാ ഈ അന്ന് എന്റെ വയനാടോ തിരിച്ചു വയനാടോ അല്ല ഭാഷ ഭാഷ അങ്ങനെ എല്ലാരും കാസർഗോഡ് സംസാരിക്കുന്നു ഇൻഫ്ലുവൻസ് പാന്റ് കൂടി ഒന്ന് മാറ്റി ബ്ലാക്ക് ഡ്രസ് ഇല്ല വൈറ്റ് ഉണ്ടോ പിന്നെ ഇതുപോലത്തെ ഒരു ഡ്രസ്സിന്റെ ഒരു വൈറ്റ് ഇതിപ്പോ ചെയ്യത്ര രൂപ ഡ്രസ്സുണ്ടല്ലേ ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കും ഫുഡ് കഴിക്കാൻ പാരീസ് ഹോട്ടലിൽ വന്നിരിക്കുകയാണ് ഇത് പറഞ്ഞ നമ്മുടെ ഫോളോവേഴ്സിന് വളരെ നന്ദി ആരാന്നുള്ള നമ്മള് മെൻഷൻ ചെയ്യും എഡിറ്റ് ചെയ്യുമ്പോൾ ഓർത്താൻ ഇല്ല പറയാം അപ്പം തലശ്ശേരി വന്നാൽ പാരീസ് ഹോട്ടലിലെ ബിരിയാണി അത്രേ ഉള്ളൂ ഈ നല്ല ഫുഡുള്ള ഹോട്ടലൊക്കെ ചെറുതായിരിക്കും അത് ഏത് മഹാല പറഞ്ഞ ഞാൻ എവിടെയും കാണാത്തൊരു കാര്യം ഇവിടെ കണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം ഓരോരുത്തർക്ക് ചമ്മന്തി അച്ചാറ് തൈര് ഇത്രയും ബാക്കി എല്ലാ ഹോട്ടലും കാണാം ഇത് മൊത്തത്തിലാണ് തരും 5 ആക്ക് എന്നിട്ട് തിന്നോളി എന്ന് പറയും ആ ഇത് നല്ല കാര്യം എല്ലാവർക്കും 5 ആക്ക് 5 എണ്ണം തന്നിട്ട് അത് തൈരൊക്കെ ഇവിടെ നമ്മളെ കൽപ്പറ്റയിലൊക്കെ 5 പേർക്ക് കൊടുക്കുന്ന ക്വാണ്ടിറ്റി അത് 5 ആള് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുക്കും നല്ല ചമ്മന്തി ഉണ്ട് അച്ചാറുണ്ട് ചമ്മന്തിന്റെ ടേസ്റ്റ് ഉണ്ട് അച്ചാറ് പൊളി തൈരിപ്പം എങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് തൈരെല്ലാം മോര് പോലെ ഉണ്ട് ഇനി ചോറ് വരട്ടെ ചിക്കൻ ബിരിയാണി വന്ന് എല്ലാം പ്ലേറ്റിൽ നമുക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് പൊളി ഒരു രക്ഷല അപ്പം ബിരിയാണി ഇത് അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഫോക്കസ് ഔട്ടായോ ഫോക്കസ് ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് ചിക്കൻ ബിരിയാണി ഇതാ മട്ടൻ എങ്ങനെയുണ്ട് നീ എന്തുകൊണ്ടാ തടിയനായത് മനസ്സിലായോ അല്ല ഞങ്ങൾ ആരും തൊട്ടിട്ട് കൂടിയില്ല ഓനപ്പത്തിന് പകുതിയായി ഇവനെ തടിയാന്ന് വിളിക്കുന്നതുകൊണ്ട് ബാക്കിയുള്ളവരൊന്നും വിഷമിക്കണ്ട അനക്ക് പ്രശ്നമില്ലല്ലോ ദം ബിരിയാണി കൊള്ളാട്ടോ ഇനി ഇത് കഴിച്ചെടുക്കട്ടെ കേട്ടോ ഇതാ അതറിയില്ല പറഞ്ഞ പോലെ എന്റെ കല്യാണാണ് ആഗസ്റ്റ് 4-ാം തീയതി അതുപോലെ തടിയാ അത് പറഞ്ഞ് മനസ്സിലാക്ക് ഇവന്റെ കല്യാണത്തിന് വരുമ്പോ ഒരാഴ്ച മുന്നേ എന്തായാലും വരൂലേ 15-ാം തീയതി എത്തുള്ളൂ എന്നാ 4-ാം തീയതി എത്തുകയാണെങ്കിൽ ലളിതമല്ലേ എന്റെ പിന്നെ തടിയന്റെ ഒക്കെ ഉണ്ട് ഞങ്ങളിപ്പം ബേബി മെമ്മോറിയലിൽ വന്നാണ് കേട്ടോ അതായത് ഇവന് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ഓപ്പറേഷൻ ഉണ്ട് ഇതാണ് ഡോക്ടർ അൻഷാശറി ഞങ്ങൾ എന്റെ പെങ്ങളെ കാണാൻ വേണ്ടി വന്നോ സൂട്ട് എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മോഹബത്തിൻ മധുരൊളിപ്പിച്ച കണ്ണാളെ എന്റെ കുടുക്കിയ പൂമോളെ കടക്കണ്ണിൻ മുന കൊണ്ടൻ ഇടനെഞ്ചിനു പിടിച്ചൊരു പെണ്ണാളെ എന്റെ പിടയ്ക്കുന്ന കരളിൽ മുഹബത്തിൻ മധുരത്തിനൊളിപ്പിച്ച കണ്ണാളെ എന്നെ കുടുക്കിയ പൂമോളെ അരയെന്ന പിട പോലെ കുണുങ്ങി നീ നടക്കും ആരെയും മെഴി കൊണ്ട് കവിതകൾ കുറിക്കും
അത് കണ്ട് മനസ്സാകെ കഥ കഥ പതയ്ക്കും അരയിന പിട പോലെ കൊല്ലത്തെ രാജാവേരി ചെല്ലക്കുട്ടിലി കൊല്ലത്തെ രാജാവേരി വന്നൊരു ചെല്ലക്കുട്ടിലി മണിക്കിണക്കിന് വളകളഞ്ഞ് പെണ്ണുമാലതിയെ വളയും കളഞ്ഞ് ചുംബെണ്ണവിടെ നിന്നും നില്ലടി പെണ്ണെ കനകപ്പൊൻ വള ഞാൻ തരാം കനകപ്പൊൻ വള കയ്യേലിട്ട് കളിച്ചാട്ടെ കളി കാണട്ടെ ആലലോ പുലലോ ആലെ പുലലോ ആലലോ പുലലോ ആലെ പുലലോ കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ണാടി കവിളത്ത് കാണുന്ന കസ്തൂരി വിളിച്ചതോ വിളിക്കുവാൻ വെച്ചതോ ഏതാണീ രാജാത്തി അഞ്ചാം ദിവസത്തെ അമ്പിളി പോലുള്ള അതരാലയത്തി. ഗുഡ് മോർണിംഗ്. ഇന്നെല്ലാം കഴിഞ്ഞ് ക്ഷീണത്തിലായിരുന്നു വന്ന് കിടന്നുറങ്ങി. ഞാൻ കണ്ടില്ല, എൻ്റെ നിസ്കാർ റൂമിലാണ് വന്ന് കിടന്നുറങ്ങുന്നത്. ഇപ്പോൾ റൂമില്ലാത്തതുകൊണ്ട് ഇവിടെ അകർത്താം. അപ്പോൾ രാവിലെ വീഡിയോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ എൻ്റെ ആക്കണം. ഇവിടുന്ന് എണീക്കാൻ വയ്യ. അപ്പം ഇങ്ങനെ തന്നെ എൻ്റെ ആക്കുന്നു. ഇനി അടുത്ത ശനിയാഴ്ച ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം. പിറ്റത്തെ ശനിയാഴ്ച നിക്കാണ്. അപ്പോൾ ഗൈസ് ബൈ 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 ബൈ.